ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്തും വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ട് പിന്തുണ നൽകിക്കൊണ്ട് പ്രകടനം നടക്കുകയാണ്. പട നയിച്ചവൻ നാട് നയിക്കും, വി ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം എന്നാണ് ബാനറിൽ എഴുതിയിട്ടുള്ളത്. ഇരിക്കൂറിലെ MLA സജീവ് ജോസഫ് ഞങ്ങളുടെ നായകരാണ്. ആ MLA 5 വർഷം തികക്കട്ടെ എന്നുള്ളതാണ് പ്രധാനമായും മുദ്രാവാക്യം വിളിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇരിക്കൂറിലും സമാനമായ രീതിയിൽ തന്നെയുള്ളൊരു പ്രകടനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ എന്താണ് നമ്മുടെ 10 വർഷക്കാലം പ്രതിപക്ഷ നേതാവായി നിന്ന ഏറ്റവും ബഹുമാനനായ വി ഡി സതീശനെ നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഒരൊറ്റ നിർദ്ദേശത്തിന്റെ ഭാഗമായി നമ്മുടെ AICCയെ നമ്മളെ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ പ്രതിഷേധ സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിലവിൽ എന്തായാലും തീരുമാനങ്ങളൊന്നും AICC പ്രഖ്യാപിച്ചിട്ടില്ല. ഇല്ല, തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും നല്ലൊരു തീരുമാനം ഉണ്ടാകും തന്നെയാണ്. കാര്യം സതീശൻ മുഖ്യമന്ത്രിയാണ്, വേറെ ആരും വേണ്ട. അയാൾ പ്രതിപക്ഷ നേതാവായിട്ട് നല്ല രീതിയിൽ നടത്തി ജനങ്ങൾ വോട്ട് ചെയ്ത് സതീശന് വേണ്ടിയിട്ടാണ് മൊത്തം. അപ്പോൾ ഒരു ഭരണം കിട്ടുമ്പോൾ ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങുന്ന ഒരു സംവിധാനം വേണ്ട. പല സ്റ്റേറ്റിലും കോൺഗ്രസ് പാർട്ടിനെ നശിപ്പിച്ച നേതാക്കന്മാരാണ്, അത് മാറണം. വേണുഗോപാലാണോ അങ്ങനെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉത്തരവാദി അയാൾ തന്നെയാണ്. അതെ, അയാൾ തന്നെ ഉത്തരവാദി. ഉത്തരേന്ത്യ മാത്രമല്ല എല്ലാ സ്ഥലത്തും പോയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ബി ജെ പിക്ക് കെണി വെച്ചു കൊടുത്ത നേതാവ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ വേണ്ട, രമേശ് ചെന്നിത്തല വന്നാൽ പോലും KC വേണുഗോപാൽ വേണ്ട. ഇല്ല, രമേശ് ചെന്നിത്തല വന്നാൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഏറ്റവും അധികം ഉത്തരേന്ത്യയുടെ എല്ലായിടത്തും നശിപ്പിച്ച നേതാവ് KC വേണുഗോപാലാണ്. അനിവാര്യം BDS ആണ് അനിവാര്യം. BDS വെച്ച് BDS മാത്രമേ നമ്മൾ അനുകൂലിക്കുന്നുള്ളൂ. തീരുമാനങ്ങൾ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ ഞങ്ങൾ പ്രതിഷേധിക്കും. ഞങ്ങൾ പ്രതിഷേധമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ KC വേണ വോട്ട് കൊടുക്കൂല. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇവിടെ LDF ജയിക്കും, തോൽപ്പിക്കും. ഇപ്പോ ബിജെപിയുടെ ഐശ്വര്യം KC വേണുഗോപാൽ. മണിപ്പൂരില് 3 സീറ്റ് മേടിച്ച് മണിപ്പൂരിൽ BJP അധികാരത്തിൽ വന്ന എങ്ങനെയാണ്? അതുപോലെ ഗോവയിലും ന്യൂനപക്ഷമായിരുന്ന BJP അധികാരത്തിൽ വന്നു. BJPയുടെ ഐശ്വര്യമാണ് KC വേണുഗോപാൽ. കോൺഗ്രസ് പാർട്ടി ഇനി ആകപ്പാടെ കേരളത്തിലാണ് ശക്തമായിട്ടുള്ളത്. ഇവിടെ കൂടെ തീർക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്ത് നടക്കുന്നത്. ഇവരെല്ലാം പറയുന്നത് KC വേണുഗോപാലാണ് കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ രാജ്യത്ത് ഈ ഗതിയിലേക്ക് എത്തിച്ചത്. പല സംസ്ഥാനങ്ങളിലും സമ്പൂജ്യരാക്കി മാറ്റുന്നതിൽ KC വേണുഗോപാലാണ്. കോൺഗ്രസ് പാർട്ടി അത്രയും സമ്പൂജ്യരായി മാറ്റിയത് KC വേണുഗോപാലിന്റെ ചില നിലപാടുകളും നീക്കങ്ങളും ഒക്കെയാണ് എന്നുള്ള ആരോപണം ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുകയാണ്. എന്തായാലും വി ഡി സതീശനു വേണ്ടി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്ത് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായി KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അവിടെ, അതായത് MLA ആയി മത്സരിക്കാൻ സാധ്യതയുള്ള ഒരിടം അല്ലെങ്കിൽ ഒരു മണ്ഡലം എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇരിക്കൂർ നിയോജക മണ്ഡലം. ആ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട പട്ടണമായിട്ടുള്ള ശ്രീകണ്ഠാപുരത്താണ് ഈ പ്രതിഷേധം നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇരിക്കൂറിലും ശ്രീകണ്ഠാപുരത്തും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ജില്ലയുടെ പല മേഖലകളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഹിമേഷ് റുബൈഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.